ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ക്രിസ്മസ് സന്ദേശവുമായി നമ്മോടൊപ്പം ഉള്ളത് പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും അതോടൊപ്പം വചനോത്സവം എന്ന ക്രൈസ്തവ മാസികയുടെ ചീഫ് എഡിറ്ററുമായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചിലവഴിക്കുന്നതിന് നന്ദി അറിയിക്കുന്നു. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ക്രിസ്മസ് സന്ദേശം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ ഈ പ്രോഗ്രാം നടക്കേണ്ടതായിരുന്നു, എന്നാൽ ചില സാങ്കേതികപരമായ ചില തടസ്സങ്ങൾ കൊണ്ട് ഈ പ്രോഗ്രാം ഇന്നലെ നടന്നില്ല. ഇന്ന് നമുക്ക് പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാനായിട്ട് ഇടവരട്ടെ. പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ദൈവം പാസ്റ്ററെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ലോകം മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഗോസ്പൽ TV UP വളരെ ശ്രദ്ധേയമാണ്. ഞാൻ സാധാരണ ഈ പ്രോഗ്രാം കാണാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം അത്ഭുതകരമായ ഒരു ജനനമായിരുന്നു. ലോകത്തിന്റെ നിർമ്മിതാവ്, ലോകത്തിന്റെ സൃഷ്ടാവ്, തൃത്വത്തിൽ രണ്ടാമനായ യേശു തമ്പുരാൻ ഒരു മനുഷ്യനായി പിറന്നത്, മനുഷ്യവേഷം ധരിച്ച ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു അത്ഭുതകരമായ അനുഭവം തന്നെയാണ്. യേശു ജനിച്ചത് വാസ്തവത്തിൽ എവിടെയാണ് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. യേശു ജനിച്ചത് വാസ്തവത്തിൽ എവിടെയായിരുന്നു? അതിനെ ഒരു കല്ലിൻ ഗുഹയിലാണ് യേശു ജനിച്ച് വീഴുന്നത്. വചനം ജഡമായി തീർന്ന ക്രിസ്തു, അതിന് വലിയ തെളിവുണ്ടോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. സുറിയാനി സഭയുടെ പിതാക്കന്മാർ പാടുന്ന ഗീതങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ബേത്ലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ ലോകത്തിൻ പതിയേ പെറ്റവളെ ഗുണവിളനിലമേ ശാശ്വത കന്യേ ഭാഗ്യവതി എന്ന് എന്റെ കുഞ്ഞു പ്രായത്തിൽ പെരുന്നാളുകളിൽ പാടുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജനനം അത്ഭുത ജനനമായിരുന്നു എന്നതിൻ്റെ മറ്റൊരു രഹസ്യം ഉണ്ട്. എന്താണെന്നറിയാമോ? നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 30 മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ കണ്ട മുൾപ്പടർപ്പ്, കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ്, പക്ഷെ അത് കത്തി അമരുന്നില്ല. കത്തി അമരും എന്നെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കത്തി അമരാത്തൊരു മുൾപ്പടർപ്പ് മോശ കണ്ടു. അതേക്കുറിച്ച് പിതാക്കന്മാർ ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്: മുൾമരമേരിയ തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനാം മറിയാമിൻ വസിച്ചു ശരീരം പൂണ്ടു, അതിനാൽ ഭംഗവുമാ കന്യാ പൃതമുദ്രയ്ക്കുണ്ട ഇല്ല. യേശു ജനിച്ചത് വാസ്തവത്തിൽ എവിടെയാണ്? യേശു ജനിച്ചത് യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല ആളുകളും ഡിസംബർ 25 ആണോ അല്ലെ വേറെ ദിവസമാണോ യേശു ജനിച്ചതെന്ന് ഒരു വ്യാഖ്യാനം പറയാറുണ്ട്. അവർ പൊട്ട വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നത് കേൾക്കുമ്പോൾ
വിവരക്കേടുകൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ കത്തോലിക്ക സഭയിലെ ഫാദർ തേലേക്കാട്ട് വിവരക്കേട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IAS കാരനാണ്, വലിയ ആളാണെന്ന് പറയുന്നത്. പക്ഷെ പൊട്ടന്മാർ പലരും നമ്മുടെ ഇടയിലുണ്ട്. അവർ വലിയ പ്രസംഗകരാണെന്നാണ് ആളുകളുടെ ധാരണ. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ദിവസം ഡിസംബർ 25 യേശു ജനിച്ചത്. ഡിസംബർ 25 തന്നെയാണ്. നമുക്കറിയാം, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതേക്കുറിച്ച് വളരെ വ്യക്തമായ പഠിപ്പിക്കലുകൾ തന്നെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ഒന്ന് വായിച്ചാട്ടെ ദേവദാസനെ. അതുപോലെ തന്നെ അതിന്റെ 9:6, 7 ഒന്ന് വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14. പ്രവാചകൻ വളരെ വ്യക്തമായി യേശുവിന്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വായിച്ചാട്ടെ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കണ്ടോ, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. 9:6-7 വാക്യങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ദൈവം ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെ ഇറങ്ങി വന്ന് നമ്മോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവിടെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നിർത്തി വായിച്ചേ. ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സെക്കൻഡ്, ഈ ശിശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ ജനനം അത്ഭുതമായിരുന്നു. ആ ഭാഗത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് അവന്റെ ജനനം അത്ഭുതമായിരുന്നു. അവൻ രാജാവായി പിറന്നു. അവൻ ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കുമ്പോൾ പിലാത്തോസ് എഴുതി കുരിശിന് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും രാജാവായി തന്റെ എതിരേൽപ്പാൻ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ വീണ്ടും വരുന്നത് രാജാവായിട്ടാണ്. നമുക്കറിയാം, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് വായിച്ച്. യേശുവിന്റെ ജനനത്തെ അവൻ അത്ഭുത മന്ത്രി, പിന്നെന്തുവാണ്? വീരനാം ദൈവം. നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണമായി തീരും. നിങ്ങൾ പൂർണ്ണ സംതൃപ്തരായി മാറും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് യേശുവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി സന്തോഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് സമാധാന പ്രഭുവാണ്. ഞാൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ പാടിയ ഒരു മനോഹരമായ പാട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. യേശു ഉള്ളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, ആ മനോഹരമായ ലോകം തരാത്ത സന്തോഷം എനിക്കാനന്ദമേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ആ പാട്ടറിയായിരിക്കും. സ്തുതികർണ എന്ന് പറയോ, ആരാധന കർണ എന്ന് പറഞ്ഞുള്ള മനോഹരമായ പാട്ടാണ്. അറിയില്ല. യേശു ഉള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, യേശു ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് സിനിമയ്ക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലോകത്തിൽ ഒരു ശക്തിക്കും നൽകാൻ കഴിയാത്ത ആ ദിവ്യ സമാധാനം, ലോകം തരാത്ത സമാധാനമാണ് യേശു ഒരു വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ മഹാസന്തോഷം. അവിടുന്ന് സമാധാന പ്രഭുവാണ് എന്നാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്. നമുക്ക് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യെഹൂദ്യയിലെ
ബേത്ലഹേമിൽ ജനിച്ച ശേഷം, വായിച്ചു, കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിൽ എത്തിച്ചേർന്നു. ആ ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം ആ കിഴക്ക് നിന്നും വിദ്വാൻമാർ യെരുശലേമിലെത്തി. ആ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ ആ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അണ്ട ഇവിടെ എന്തുവാ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ഒരു ദിവ്യ നക്ഷത്രം അവർ കണ്ടു. വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത്. ഒരു ദിവ്യ നക്ഷത്രം, ലോകത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദിവ്യ നക്ഷത്രം അവർ കണ്ടു. അവർ ആരായിരുന്നു? ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു, ഭൂരാജാക്കന്മാരായിരുന്നു. അവർ പല രാജ്യങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞരായ ആളുകൾ, വിദ്വാൻമാർ ജെറുസലേമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹെരോദോസ് അവരുടെ ബുദ്ധി, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, തേലക്കാട്ട് വിവരക്കേട് പറയും യേശുവിന്റെ ജനനത്തെ പറ്റി. തേലക്കാട്ട് പറയുന്നതല്ല ഇവിടെ കാര്യം, ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് കാര്യം. യേശു ജനിച്ചത് ഡിസംബർ 25 തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് വെളിയിൽ പാർത്തു എന്നൊക്കെയുള്ള ചിന്തകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നയാളാണ്. എനിക്ക് തണുപ്പും ചൂടും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഏത് കാലാവസ്ഥയും അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്നയാളാണ്. കുട്ടനാടിന്റെ ആലപ്പുഴയുടെ മണ്ണിൽ ജനിച്ച വ്യക്തിയാണ്. ഇടയന്മാർ വളരെ കരുത്തരായ ആളുകളാണ്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിവുള്ള ആട്ടിടയന്മാർ അവർ ബേത്ലഹേമിലേക്ക് പോയ ചരിത്രം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം പറയുന്ന അലക്സാണ്ടർ ജേക്കബ് പറയുന്നൊന്നുമല്ല കാര്യം. അവരാരും വലിയ പണ്ഡിതന്മാരല്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നക്ഷത്രം കണ്ട വിദ്വാൻമാർ അവരുടെ ബുദ്ധി പ്രവർത്തിച്ചെന്താണെന്ന് അറിയാമോ? യേശു എവിടാ ജനിക്കുന്നത്? രാജകൊട്ടാരത്തിൽ ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ രാജകൊട്ടാരത്തിലേക്കാണ് വരുന്നത്. ഹെരോദോസിന്റെ കൊട്ടാരം. രാജാവ് എവിടാ പിറക്കുന്നത്? എവിടാ സാജു പാസ്റ്റർ പിറക്കേണ്ടത്? രാജകൊട്ടാരത്തിലാ അല്ലേ? രാജകൊട്ടാരത്തിലാണ് പിറക്കേണ്ടെന്ന് അവർ വിചാരിച്ചു. അവരുടെ ബുദ്ധി, പലരും ബുദ്ധി പ്രവർത്തി ഈ അതിബുദ്ധിയുള്ള വരാല് എവിടെ കൊണ്ട് മുട്ടയിടുമെന്ന നമ്മൾ നാട്ടിൽ പറയുന്നത്. ഈ വരമ്പത്ത് മുട്ടയിടുമെന്ന. കാരണം ഈ വലിയ ബുദ്ധിമാന്മാർ. അതുകൊണ്ട് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് തന്റെ വചനം ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചാണ് ദൈവം തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ ജനനം ഒരു അത്ഭുത ജനനമായിരുന്നു. അതേപ്പറ്റി ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ നമുക്ക്, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവായി അവരുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വലിയ ഈ ബുദ്ധിയിൽ ആശ്രയിച്ചു പോകും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവ സാധിപ്പിച്ചു തരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ദൈവിക രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. കണ്ണടച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവിക അത്ഭുതങ്ങൾ ആസ്വദിപ്പാനും അനുഭവിപ്പാനും സാധിക്കത്തുള്ളൂ. യാതൊരു സംശയവുമില്ല. ചെങ്കടൽ എങ്ങനെ പിളരും, യോർദാൻ എങ്ങനെ പറ്റും, എരിഹോ മതിൽ എങ്ങനെ ഇടിയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. വിശ്വാസത്താൽ ചുവടുകൾ വിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്നും ഈ നിമിഷവും അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇമ്മാനുവേലായ ഈശോ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു യഹൂദ്യയിലെ ഈ രാജകൊട്ടാരത്തിൽ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? എത്രായിരം കുഞ്ഞുങ്ങളുടെ കൊലപാതകം നടന്നു. സജുബാസക്ക് അറിയാവോ? സുറിയാനി സഭയുടെ പിതാക്കന്മാരെ ഈ അവിടെ ഈ റാസ് സമയത്ത് ഒരു കൊടി പിടിക്കും. ആ കൊടിയുടെ തലയില്ലാത്ത കുറച്ച് കൊടിയുണ്ട്. അതിന്റെ അർത്ഥം അറിയാവോ? കൊടിയുണ്ടല്ലോ, കൊടി. അറിയില്ല. ആ തലയില്ലാത്ത കൊടി ആരെയാ സൂചിപ്പിക്കുന്ന അറിയാമോ? ഈ ഹെരോദോസ് കൊന്ന കുഞ്ഞുങ്ങളെയാ. ഈ റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. റാഹേലിന്റെ കല്ലറ നിങ്ങൾ അതേപ്പറ്റി വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അറിയാമല്ലോ. അപ്പൊ റാഹേൽ തന്റെ മക്കളെ ഓർത്ത് എന്ത് ചെയ്തു? കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. എത്രായിരം കുഞ്ഞുങ്ങളാണ് മരിച്ചത്? ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഹെരോദോസ് യേശുവിനെ കൊല്ലാൻ വേണ്ടി, ആ കൂട്ടത്തിൽ യേശുവും മരിക്കും എന്നാണ് സാത്താനും അവന്റെ ശക്തിയും ചിന്തിച്ചത്. നമുക്കറിയാം. അവിടേക്ക് വന്ന് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, മത്തായി 2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
ആ വായിച്ചു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു, പേടിച്ചുപോയി, വരണ്ടുപോയി, അവന്റെ പാടിപ്പോയി. കാരണം യേശു നമ്മിൽ വന്ന് ജനിച്ചാൽ സാത്താനും അവന്റെ ശക്തിയും വിറയ്ക്കും. യേശു നിന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്മസ് കാലത്ത് അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ, യേശുവെ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഉള്ളിലേക്ക് വരുന്ന യേശു ആ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ ദുഷ്ട പിശാചുക്കളെല്ലാം, ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ലഘുലേഖ ഉണ്ട്, അതിനകത്ത് സകല സാത്താന്റെ ശക്തികളും യേശു ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഓടി അകലും. കർത്താവേ പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായുന്നു എന്ന് നാം പാടാറുണ്ട്. അപ്പോൾ പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായും എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ധകാര ശക്തികൾ യേശു ഉള്ളിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഹെരോദാസും സകല എണ്ണവും വരണ്ടുപോയി. വായിച്ച എന്തുവാ അവൻ എന്താ ചെയ്തത്? രാജാവ് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. കണ്ടോ, മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാർ അവർക്ക് കാര്യം അറിയാം. യേശു ജനിക്കുന്ന രഹസ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നത് മീഖാ പ്രവാചകന്റെ പുസ്തകം 5:2 എവിടെയാ ജനിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ താഴോട്ട് വായിച്ചു, അതിന്റെ 6-ാം വാക്യം 5-6. അവർ അവനോട് യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദിയിലെ ബേത്ലഹേമിൽ രാജാവ് ജനിക്കുന്ന വാർത്ത ഇതാ വെളിപ്പെടുത്തി എഴുതി മഹാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, അതിന്റെ അടുത്ത് എന്താണ്? യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. എന്താ? യഹൂദ്യയിലെ ബേത്ലഹേമിൽ ലോകത്തിന് രക്ഷകൻ പിറക്കാൻ പോകുന്നു എന്ന മനോഹരമായ ആ വലിയ ആ പ്രാവചനിക രഹസ്യം പരിശുദ്ധാത്മാവ് മീഖായുടെ പുസ്തകം 5:2 കുത്തിക്കുറിച്ച് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇങ്ങനൊരു പാട്ട് പാടുന്നത്. പാടിൻ 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 ഹല്ലേലൂയ പാടിൻ, ആട്ടിടയർ ബേത്ലഹേമിൽ പാടിയ പോലെ താണുപറന്നീറന്മാർ ബേത്ലഹേമിൽ തനയന്ന ജനനത്തിൽ സ്തോത്രം പാടി, താടിപ്പിൻ താടിപ്പിൻ കരമിൻ നാളിൽ തനയന്തൻ ജനനത്തിൽ സ്തോത്രം പാടി. ഇതെല്ലാം ഞാൻ കുഞ്ഞില് പള്ളിയിൽ മദ്ബഹായിലായിരിക്കുമ്പോൾ പഠിച്ച മനോഹരമായ ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ജനന പെരുന്നാളിൽ കരങ്ങളടിച്ച് സ്തോത്രം പാടി ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. താണുപറന്നീറന്മാർ, ഈ മാലാഖമാരുടെ കൂട്ടങ്ങളെ കുറിച്ച് അതേക്കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. മാലാഖമാർ ഒത്തിരി ഗണങ്ങളുണ്ട്. മാം, ഗബ്രിയേലിന്റെ ജോലി എന്താണെന്ന് സജു പാസ്റ്റർക്ക് അറിയാവോ? പറയാവോ? എന്തുവാ സന്ദേശം? ഗബ്രിയേലിന്റെ ജോലി സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. സന്ദേശം വിശുദ്ധ കന്യാമറിയത്തിന് സന്ദേശം കൈമാറിയത് ആരായിരുന്നു? ഗബ്രിയേൽ മാലാഖ ആയിരുന്നു, അല്ലേ? അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, മത്തായി സുവിശേഷം തന്നെ എടുത്തു. അവിടെ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 1-ാം അധ്യായത്തിൽ എന്തുവാണ് ഗബ്രിയേൽ ദൂതൻ എന്ന് പറയുന്നത്? അതിന്റെ 18-ാമത്തെ വാക്യമാണോ? വായിച്ചു. സെക്കൻഡ് കണ്ടി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അതിൽ ഉൽപാദിതമായത്
പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. വായിച്ചു. ഇത് വേദപുസ്തക വചനമല്ലേ, വായിക്കേ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കണ്ടോ, ഇതെല്ലാം സംഭവിച്ചു. വായിച്ചു. ജോസഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. പ്രിയപ്പെട്ടവരെ, അത്ഭുത ജനനം, യേശുവിന്റെ അത്ഭുത ജനനം. അവന്റെ പേരെന്തോ? രക്ഷകൻ, ലോകത്തിന് രക്ഷകൻ. അതുകൊണ്ടാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. തൃത്വത്തെ പറ്റി നമ്മൾ പഠിക്കണം. തൃത്വത്തെ പറ്റി ഇത്ര വിശദമായി പഠിപ്പിക്കുന്നത് നിഖ്യാ വിശ്വാസ പ്രമാണമാണ്. എന്താണ്? ദൈവത്തിന്റെ ഏക പുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ സത്യതയും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയത്തിൽ നിന്നും ശരീരിയായി തീർന്നു. മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടു. തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശു മശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറത്തൊരു വിശ്വാസ പ്രമാണമില്ല. വിശ്വാസ പ്രമാണത്തിന്റെ 2-ാം ഖണ്ഡികയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിച്ചത്. നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളും എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ 33 വരെ. വിശ്വാസ പ്രമാണത്തിന്റെ മഹത്തായ രഹസ്യം എത്ര മനോഹരം! വായിച്ചു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ഒരു സെക്കൻഡ് എന്താണെന്നറിയാമോ? മറിയോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താ കൃപ? അർഹതയില്ലാത്ത ദാനം. ലോകത്തിന്റെ സൃഷ്ടാവേ, ലോകത്തിന്റെ നിർമ്മിതാവേ, ലോകത്തിലെ സകലത്തിനും ആമീൻ കാരണഭൂതനായവൻ, ഇതാ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാട്ടിടുന്നു ഞാൻ, മട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസ്തുതേനെ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ എന്ന് മനോഹരമായ ഗാനമുണ്ട്. എന്താണെന്നറിയാമോ? ഭയങ്കര അത്ഭുതകരമായ ജനനം. അതാ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അടുത്ത വാക്യം, കർത്താവ്. അപ്പൊ ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ഈശോയെ സ്വീകരിക്കാൻ ഒക്കത്തുള്ളൂ. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം
അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവര്, മാലാഹ വന്ന് ഗബ്രിയേൽ മാലാഹ വന്ന് ദൂതറിയിക്കുകയാണ്. ഓരോ മാലാഹമാർക്കും ഓരോ ദൗത്യമുണ്ട്. മാലാഹമാരുടെ ഗണങ്ങളെ കുറിച്ച് 9 വൃന്ദങ്ങളുണ്ട്. ക്രോബേൻ മാലാഹം, അനേക കണ്ണുകളുള്ള ക്രോബേൻ മാലാഹമാർ, 6 ചിറകുള്ള സാറാഫുകൾ, അതുപോലെ തന്നെ മീഖായേൽ, യുദ്ധം നടത്തുന്ന മീഖായേൽ ഉണ്ട്. മുമ്പേ നമ്മൾ കേട്ടല്ലോ ഈറയും മാലാഹമാർ, ആട്ടിടയന്മാരുടെ മുകളിൽ നിന്ന് പാടിയ ആ സ്വർഗീയ മാലാഹമാർ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സ്വർഗീയ മാലാഹമാർ. അത്യുന്നതങ്ങളിൽ എന്തുവാ? ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ആമീൻ എന്ന് പാടിയ സ്വർഗീയ മാലാഹമാർ. അപ്പോൾ മാലാഹ വൃന്ദങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട്. ക്രോബേന്മാർ, സ്രോപ്പേന്മാർ, ഹൈലേന്മാർ, മോറോവസന്മാർ, മൗത്തേന്മാർ തുടങ്ങിയ സ്വർഗീയ മാലാഹ വൃന്ദങ്ങൾ. ആ വലിയവരും ചെറിയവരുമായ മാലാഹമാരുടെ വലിയ കൂട്ടങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട മാലാഹ ഗബ്രിയേൽ വന്ന് ദൂത് പറയുന്നു. ഇതാ അത് സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് 1:34 മുതൽ 45 വരെയുള്ള വേദഭാഗം വായിച്ച്. മറിയ ദൂതനോട്, ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീളിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവര്, വലിയ രഹസ്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. മുമ്പേ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് വന്നത്. എന്താണ് അതിന്റെ 7-ാമത്തെ വാക്യം? ദൈവപുത്രൻ ജനിക്കുന്ന രഹസ്യം വിദ്വാൻമാരെ ഹെരോദോസിനോട് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അകത്തു കത്തിയും പുറത്തു ഭക്തിയും. മനസ്സിലായോ? ഇന്നത്തെ പല അവർക്കും ഉള്ള പണിയാ. അകത്ത് കത്തി, പുറത്തു ഭക്തി, അഭിനയമാ. പണ്ടത്തെ വിശ്വാസമൊക്കെ അനുഭവമായിരുന്നു, പിന്നെ അത് അനുകരണമായി, പിന്നെ അത് അഭിനയമായി. എല്ലാം ചടങ്ങുകളാണ്. ഇപ്പൊ ഇന്നത്തെ ക്രിസ്മസ് എന്താ ക്രിസ്മസ് ദിനത്തെ സംഭവിക്കുന്നത്? സാന്താക്രോസ്. അങ്ങനെ ഒരു സംഭവം ക്രിസ്മസുമായി യാതൊരു ബന്ധവുമില്ല. അതൊരു പഴയ ഒരു വിശുദ്ധൻ, ആളുകൾക്കെല്ലാം ദാനം ചെയ്ത കക്ഷിയെ ഇപ്പൊ സാന്താക്രോസ് ആയിട്ട് വെച്ച് ഇപ്പൊ ഭയങ്കര കച്ചവടം നടക്കുക. ബാറിന്റെ വാതിക്കെ കൊണ്ട് നക്ഷത്രം വെച്ചിരിക്കുക. ബാറിന്റെ വാതിക്ക് കച്ചവടം, ഭയങ്കര കച്ചവടം. കാരണം കള്ളുകുടിയന്മാരെല്ലാം ഈ നക്ഷത്രം കണ്ട് അങ്ങോട്ട് കയറിക്കൊള്ളുമല്ലോ. നോക്കിക്കോണേ, ഈ ഹെരോദോസിന്റെ കൊട്ടാരത്തിലേക്ക് ഇവ മെത്രാന്മാരും സഭാ നേതാക്കന്മാരും എല്ലാം എവിടെ പോയാ വിരുന്ന് ആഘോഷിക്കുന്നത്? തിരുപ്പിറവി ആഘോഷിക്കുന്നത് എവിടാ? അവര് ഹെരോദോസിന്റെ കൊട്ടാരത്തിലാ. യേശുവിനോട് കൂടെ അല്ല. യേശു ആരുടെ കൂടാ? അവഗണിക്കപ്പെട്ടവന്റെ കൂടെയും, നിന്ദിക്കപ്പെട്ടവന്റെ കൂടെയും, ഒറ്റപ്പെട്ടവന്റെ കൂടെയും, തള്ളപ്പെട്ടവന്റെ കൂടെയും, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ കൂടെയും ഒക്കെയാണ് യേശു. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഒരാൾ വന്നു. ചെവി കേൾക്കാനും വയ്യ, സംസാരിക്കാനും വയ്യ. ഒരു സാധു മനുഷ്യനാ. പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ട്രാക്റ്റും കൊണ്ട് വരുമോ. ഞാൻ ഇച്ചിരി പൈസ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം എനിക്ക് പരിചയമില്ലാത്ത ആളാ. പൈസ കൊടുത്തപ്പോഴത്തേക്ക് എന്നോട് വൈഫ് ചോദിച്ചത് ആരാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളാ. അയ്യോ, അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. അപ്പം കുറച്ചേറെ പൈസ വൈഫ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൈ കൂടെ തന്നു. ഞാൻ കുറച്ചേറെ പൈസ കൊടുത്ത് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് ആംഗ്യം കാണിച്ച് സംസാരിക്കാൻ അറിയത്തുള്ളൂ, എഴുതാൻ അറിയാം. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന്. അദ്ദേഹം സംതൃപ്തിയോടെ ആഹാരം കഴിച്ചു, സന്തോഷത്തോടെ വീട്ടിലേക്ക്. അപ്പൊ ദൈവം വരുന്നത് എങ്ങനെയാ? ആരുടെ വേഷത്തിലാ വരുന്നത്? പാവപ്പെട്ടവന്റെയും വേദനിക്കുന്നവന്റെയും ദുഃഖിതന്റെയും പ്രയാസപ്പെടുന്നവന്റെയൊക്കെ വേഷത്തില. അപ്പൊ നമ്മള് ഇന്നത്തെ മെത്രാന്മാരും ഇന്നത്തെ വലിയ വൈദിക ശ്രേഷ്ഠരും
അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരും ഒക്കെ ഹെരോദോസിനോടുകൂടെയാണ് കൊട്ടാരത്തിലെ ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ടായി ഈ കരച്ചിൽ, ഇവിടെ കൊലപാതകം നടക്കുന്നത്. എന്തുവാ, പാവപ്പെട്ട എത്ര കുഞ്ഞുങ്ങളെ മരിച്ചെന്നറിയോ ഇവര് കാണിക്കുന്ന ഈ കുഴപ്പം കണ്ട്. കാരണം ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ, ഈ ശാസ്ത്രിമാർക്കും ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ശാസ്ത്രിമാരെയും ഒക്കെ വിളിച്ചു പെടുത്തിട്ട് മഹാപുരോഹിതന്മാർക്കും ഒക്കെ ഈ യേശുവിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സാക്ഷാൽ ക്രിസ്തുവിനെ മശിഹായെ കാണാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. 4 കണ്ണുകൊട്ടന്മാർ ആനയെ കാണാൻ പോയ കഥ അറിയാമല്ലോ. 4 കണ്ണുകൊട്ടന്മാരെ, അല്ല 3 കണ്ണുകൊട്ടന്മാർ, 4 പേര് പോയി. ഒരുത്തൻ ആനയുടെ ചെവിയെ പിടിച്ചു. അവനോട് ചോദിച്ചു ആന എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോ ആന എന്തുവാ മുറം പോലെ ഇരിക്കുവാണെന്ന് പറഞ്ഞു. വേറൊരുത്തൻ ആന അതിന്റെ കാലെ പിടിച്ചപ്പോ ആന എന്തുവാ തൂണ് പോലാണെന്ന് പറഞ്ഞു. വേറൊരുത്തൻ അതിന്റെ വാലെ കയറി പിടിച്ചു. അവൻ പറഞ്ഞു ആന ചൂല് പോലാണെന്ന്. എന്നാൽ കാഴ്ചയുള്ളവൻ നോക്കിയപ്പോൾ ആനയുടെ തനി സ്വരൂപം മനസ്സിലായി. ശബരിയാക്കാരത്തി യേശുദമ്പുരാനെ കണ്ടുമുട്ടുന്ന ആ രംഗം ഒന്ന് ഓർത്ത്, ആ രംഗം എന്തുവാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാ. ശബരിയാക്കാരത്തി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൾ സാക്ഷാൽ മശിഹ. ആദ്യമൊക്കെ യേശുവിനെ യഹൂദനായിട്ട് തോന്നി, പിന്നെ ഒരു അവിടെ ഗുരുവായിട്ട് അവൾക്ക് തോന്നി, പിന്നെ അവൾക്ക് മനസ്സിലായി പ്രവാചകനാണ്. അവിടെ രഹസ്യങ്ങളെല്ലാം, പാപത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഒരു പ്രവാചകനായിരിക്കുമെന്ന്. പിന്നീട് ആരാധനയുടെ രഹസ്യം യേശുവോട് പറയുമ്പോൾ ഈ മലയിലുമല്ല ആ മലയിലുമല്ല ദൈവം ആത്മാവാകുന്നു, ആ ദൈവത്തെ നമസ്കരിക്കുന്ന ആത്മാവിലെ സത്യത്തിലും വേണമെന്ന് അവളോട് പറയുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ രക്ഷകനാണ്, മശിഹായാണ് എന്നവൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവര്, അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നെന്ന് യേശു ചോദിക്കുമ്പോൾ, ആ ശിഷ്യന്മാർ ഓരോരുത്തരോട് മാറി മാറി ചോദിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നത്. അപ്പൊ ഉൾക്കണ്ണ് തുറന്നവർക്ക് മാത്രമേ ജീവനുള്ള ദൈവത്തെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അകത്ത് കത്തി പുറത്ത് ഭക്തി. എന്തുവാ വളരെ രഹസ്യമായിട്ട് എങ്ങനെ പാസ്റ്റർ എഴുതിയിരിക്കുന്നത്? 7 മുതലുള്ള താഴോട്ട് വായിച്ച് എന്തോ എഴുതിയിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവീൻ. ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുവീൻ എന്ന് പറഞ്ഞു. ഇത് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക. നിങ്ങൾ ഓരോ ആളുകളുടെ വാക്കുകളെ വിവേചിക്കണം. ആത്മാർത്ഥതയുള്ളവരും ആത്മാർത്ഥത ഇല്ലാത്തവരുണ്ട്. ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. കള്ളന്മാരുടെ കേന്ദ്രമായി ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ പലതും മാറിയിരിക്കുക. എന്നിട്ട് നമ്മൾ അവരെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും വലിയ ക്രിസ്തുവിന് ഉപദ്രവം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ക്രൈസ്തവരെന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. യേശുവിന്റെ പേരിൽ അടിച്ച് സുഖിച്ചങ്ങ് ജീവിക്കുക നേതാക്കന്മാരെ. യേശുവിന് പണ്ട് ഒരാൾ പറഞ്ഞല്ലോ, യേശുവിലാണെന്റെ വിശ്വാസം, കീശയിലാണെന്റെ ആശ്വാസം എന്ന് പറഞ്ഞ പോലെ. എന്തോ ഒരു ലോകമാണെന്നറിയാമോ? അപ്പോൾ ഈ ഹെരോദോസിന്റെ തന്ത്രം എന്നാണെന്നറിയാമോ? ഇവരോട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ എനിക്കും പോയി നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ യേശുവിനെയും കൊല്ലണം, ഇവരെയും കൊല്ലണം. ഇതാ പദ്ധതി. കണ്ടോ പിശാചിന്റെ തന്ത്രങ്ങൾ. ഇവരെന്താ ചെയ്തത്? താഴോട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് വലിയ രഹസ്യം മനസ്സിലാക്കാൻ ഒക്കുന്നത്. വായിച്ചേ, അവരവിടെ ചെന്ന് എന്താ ചെയ്തത് ഒന്ന് വായിച്ചേ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവിടെ ഒരു സെക്കൻഡ് നമ്മൾ ലോകത്തിന്റെ സ്റ്റാറുകളുടെ പുറകെ അല്ല പോകേണ്ടത്. ഇന്ന് വലിയൊരു ലോകത്തിന്റെ സ്റ്റാറുകളുടെ പുറകെ ഓട്ടമാണ്. ഓരോരുത്തരുടെ വലിയ ഹീറോ ആക്കി ഓട്ടമാണ്. ലോകത്തിന്റെ സ്റ്റാറിന്റെ പുറകെ നോക്കിയാൽ നീ വിജയിക്കത്തില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. യേശു കാണിക്കുന്ന സ്റ്റാറിന്റെ പുറകെ പോകണം. അതാണ് ഈ വിദ്വാൻമാർ ചെയ്തത്. ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്തുവാ കിഴക്ക് കണ്ട നക്ഷത്രം എന്തെഴുതിയിരിക്കുന്ന അവർക്ക് മുമ്പായി പുറപ്പെട്ടുകൊണ്ടിരുന്നു. കർത്താവിന്റെ ദാസന്റെ സ്റ്റാർ ആകട്ടോ, നിങ്ങളൊരു സ്റ്റാറാണ്. അനേകരെ ദൈവവചനം പ്രഘോഷിക്കാൻ ദൈവം കണ്ടിരിക്കുന്ന സ്റ്റാറാ നിങ്ങൾ.
നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് മുമ്പായി അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന സ്റ്റാറാ നിങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒരു സ്റ്റാറായി ദൈവം കണ്ടിരിക്കുകയാണ്. ദൈവം അനേകരെ വെളിച്ചത്തിലേക്ക് വഴി കാണിക്കുന്ന സ്റ്റാറായി, അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന സ്റ്റാറായി, യേശുവിന്റെ അരികിലേക്ക് നയിക്കുന്ന സ്റ്റാറായി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ വിശ്വസിക്കും? നിങ്ങളെ ഒരു സ്റ്റാറാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. നക്ഷത്രം എന്നിങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവർക്ക് മുമ്പായി പുറപ്പെട്ടു. ശിശു ഇരിക്കുന്ന സ്ഥലം വരെ അവരെ എന്ത് ചെയ്തു? നക്ഷത്രം വഴി കാണിച്ചു. ദൈവം നിങ്ങൾക്ക് വഴി കാണിക്കാൻ പോവുകയാണ്. ഇസ്രായേലിന് മുമ്പേ ദൈവം നടന്നതുപോലെ, ദൈവത്തിന്റെ ദൂതൻ ഇസ്രായേലിന് മുമ്പേ നടന്ന ദൂതൻ പുറകെ ശത്രു ആക്രമിക്കാതിരിക്കാൻ പുറകിൽ വന്ന് ദൈവദൂതൻ വന്ന് നിന്നതുപോലെ ഈ നിമിഷം നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കാൻ പോവുകയാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഇസ്രായേലിലെ മരുഭൂമിയുടെ ആ വലിയ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ നടത്തിയ എന്റെ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ എന്നിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മുമ്പേ ദൈവം തന്റെ ആ നക്ഷത്രം നിങ്ങൾക്ക് മുമ്പേ വഴി കാണിക്കാൻ, നിന്റെ തലമുറയ്ക്ക് പുതിയൊരു വഴി കാണിക്കാൻ ഒരു നക്ഷത്രത്തെ ദൈവം കൽപ്പിച്ചാക്കുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു നക്ഷത്രത്തെ ദൈവം നിനക്ക് മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. യെസ്, ദൈവം നിനക്ക് വേണ്ടി ഈ നിമിഷം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവിടെ എന്തുവാ? അവിടെ നക്ഷത്രം കണ്ടതുകൊണ്ട് എന്ത് എഴുതിക്കുന്നു? അവർ അത്യന്തം, അങ്ങനല്ലേ ദേവദാസനെ കിടക്കുന്നു, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ ക്രിസ്മസിന്റെ ഈ ദിവസം അതുകൊണ്ടോ നിനക്ക് അത്യന്തം സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? വലിയ വീടുണ്ട്, പക്ഷെ ആ വീട്ടിനകത്ത് സന്തോഷമില്ലാതെ നീ ജീവിക്കുന്നത്. ഏക്കർ കണക്കിന് തോട്ടങ്ങളുണ്ട്, പക്ഷെ സന്തോഷം ഉള്ളിലുണ്ടോ? ഞങ്ങളുടെ മുഖത്ത് നോക്ക്, സന്തോഷം, എപ്പോഴും സന്തോഷം. ഈ ദേവദാസന്റെ മുഖത്തേക്ക് നോക്കി, എന്തൊരു സന്തോഷമാണ്. ഹൃദയത്തിനകത്ത് യേശു വന്നവർക്ക് സന്തോഷമാണ്. ലോകം തരാത്ത സന്തോഷം. ബാങ്കിൽ ഒത്തിരി പൈസ ഉള്ളവർക്കൊന്നും സന്തോഷം ഉണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ബാങ്കിൽ ഒത്തിരി പൈസ ഉള്ളത് കൊണ്ട് ആ സന്തോഷം എന്നാ. ഒന്നുമല്ല. എനിക്ക് ഒത്തിരി പേരെ അറിയാം, വലിയ പുള്ളികളെ എല്ലാം അറിയാം, ചെറിയവരെ മുതൽ വലിയവരെ മുതൽ വെപ്രാളപ്പെടുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. കാരണം ലോകത്തിലെല്ലാറ്റിനേക്കാൾ വലുതായി ക്രിസ്തുവിനെ കാണാൻ ഒരു നിധി, തന്റെ വയല് വിറ്റിട്ട് നിധി കണ്ടെത്തിയ ആ മനുഷ്യനെ പോലെ ഈ നക്ഷത്രം അവര് ദിവ്യ ശിശുവിന്റെ, അത്ഭുത ജനനം, ആമീൻ ഹല്ലേലൂയ, ആ ശിശുവിന്റെ അരികിലേക്ക് ഇവരെ കൊണ്ടുചെന്നു. കണ്ടോ? അവർ ഒന്ന് വായിച്ച് താഴ്ത്തു വിടണ്ട, വായിച്ചാട്ടെ. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ആ വീട്ടിൽ ചെന്ന് യേശുവിനെ കണ്ടു. എന്നിട്ട് അവരുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. നമ്മുടെ നിക്ഷേപം, ഹൃദയത്തിനകത്ത് നിക്ഷേപം തുറങ്ങുക എന്തൊക്കെയാ? പക, കുശുമ്പ്, വൈരാഗ്യം, ദേഷ്യം, അരിശം, കോപം, പ്രതികാര ചിന്ത, ഭാരവെപ്പ് തുടങ്ങി ജഡത്തിന്റെ സകല സ്വഭാവങ്ങളും വെളിപ്പെടും. ഈ വിദ്വാൻമാര് അവരുടെ നിക്ഷേപം അങ്ങോട്ട് തുറന്നപ്പോൾ എന്തുവാ? സുഗന്ധം. എന്തൊരു സന്തോഷം! നമ്മളുടെ ഹൃദയം തുറക്കുമ്പോൾ, വാ തുറക്കുമ്പോൾ സന്തോഷമാണോ ഒരാൾക്കുണ്ടാകുന്നത്? ചിലർ രോഗി എടുക്കാൻ ചെന്നാൽ മതി, പെട്ടെന്ന് ആ രോഗി ചത്തുപോകും. കാരണം അവിടെ വർത്തമാനം കേട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആളുകളെ നമ്മൾ കൂടുതൽ ആളുകൾ എരുതിയിൽ എണ്ണ കൊണ്ടൊഴിക്കും. അങ്ങനല്ല, അങ്ങനെയാകാൻ പാടില്ല. പിന്നെന്തുവാ? നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകണം, അവർക്ക് ഇച്ചിരി ആയുസ് കൂടണം, അവരുടെ പകുതി രോഗം മാറണം. നമ്മുടെ വാക്കുകൾ അതാണ്. വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ. ഇവര് നിക്ഷേപപാത്രങ്ങളെ തുറന്നു. നിക്ഷേപപാത്രങ്ങളെ തുറന്നപ്പോൾ എന്തുവാ? ആ നിക്ഷേപത്തിനകത്ത് എന്തോ ഇരിക്കുന്നത്? പൊന്ന്, ദിവ്യത്വം, രാജത്വം, യേശുവിന്റെ രാജത്വത്തെയും ദിവ്യത്വത്തെയും, വിശുദ്ധി, പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. യോഗക്കാരൻ എന്നെ വിളിച്ച 5-6 യോഗക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാം, യോഗ ചെയ്താൽ നല്ല ബുദ്ധി കിട്ടും. അവന്മാരെന്നെ ഇറ്റപ്പാറ വെച്ചു.
ഞാൻ പറഞ്ഞു യോഗയേക്കാൾ വലിയ യോഗ ഞാൻ പഠിച്ചാണെന്ന് പറഞ്ഞു. അതിനാണെന്ന് ചോദിച്ചു. വായിക്കൂടെയും മൂക്കിക്കൂടെയും കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുക. ബൈബിളിലുണ്ട് കുമ്പിട്ട് ആരാധിക്കാൻ, നെടുമ്പാട് വീണ് ആരാധിക്കുന്ന രീതിയുണ്ട് ബൈബിളിൽ. പഴയ നിയമ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സുറിയാനി സഭയുടെ പിതാക്കന്മാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കൽപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്തവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മൂക്കിക്കൂടെ വായിക്കൂടെ ആയി പ്രാർത്ഥന. എന്തോരു എക്സസൈസ് ആണെന്നറിയോ? രണ്ട് കുമ്പിട്ട്, ഇത് കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സകല അസുഖം പോകും. നമ്മളിതൊന്നും ചെയ്യാതെ ഇവര് ഈ വിദ്വാൻമാർ വന്നിട്ട് എന്താ ചെയ്തത്? അവര് വീണ് നമസ്കരിച്ചത് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ? അങ്ങനെയാണോ? എന്തോ ദേവദാസൻ പറ. അവര് വീണ് എന്ത് ചെയ്തു? വീണ് നമസ്കരിച്ചു. കണ്ടോ? ആ വീട്ടിൽ ചെന്നിട്ട് യേശുവേ നീ രാജാതിരാജാവാണെന്ന് പറഞ്ഞ് ഈ രാജാക്കന്മാർ, ഈ മഹാരാജാവിന്റെ സർവസൃഷ്ടിതാവായ രാജാക്കന്മാരുടെ രാജാവേ, നേതാക്കന്മാരുടെ നേതാവേ, രാജാക്കന്മാരുടെ രാജാവിന്റെ മുമ്പിൽ ഇതാ, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുടെ മുമ്പിൽ ഇതാ, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഇതാ അവർ വീണ് നമസ്കരിക്കുകയാണ്. അവര് പൊന്ന്, യേശു രാജാതിരാജാവാണെന്നുള്ള പൊന്ന്, മൂരവന്റെ മരണത്തെ കാണിക്കുന്ന ആ മനോഹരമായ മൂര്, മീൻസ് അവന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന മൂര്, കുന്തിരിക്കം, ആ സൗരഭ്യ വാസന തന്നെത്താൻ അർപ്പിക്കുന്ന ആ ക്രിസ്തുവിനെ, ആ സൗരഭ്യ വാസനയായ അവിടുന്ന് പ്രവാചകനാണ്, മഹാപുരോഹിതനാണെന്ന് കാണിക്കുന്ന കുന്തിരിക്കം അവർ കാഴ്ച അർപ്പിക്കും. എന്നിട്ട് ഇതിനകത്തൊരു രഹസ്യമുണ്ട് ദേവദാസനെ. ആ രഹസ്യം, ഈ പൊന്നെന്തിനാണെന്നറിയാമോ? പൊന്ന് അവരുടെ യാത്രാ ചെലവിനുള്ള ദൈവത്തിന്റെ കരുതലാ. കാരണം ഈ ഹെരോദോസിനെ പേടിച്ചവരെന്ത് ചെയ്തു? അവര് പോയ ഒരു ചരിത്രമുണ്ട്, ഞാൻ പിന്നെ പറയാം. വീട്ടിൽ കാഴ്ച വെച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? വായിച്ചു. പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ച വെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹെരോദോസ് വലിയ കെണി ഒരുക്കി വെച്ചിരിക്കുക, തകർക്കാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ. ശിശുവിനെ മാത്രമല്ല, ഈ വിദ്വാൻമാരെയും കൂടെ. നീ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ, യേശുതമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, ഈശോയെ, മശിഹേ, രക്ഷകനെ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നീ വീണ് നമസ്കരിക്കുന്നെങ്കിൽ, നിനക്കെതിരെ അകത്തളത്തിൽ ശത്രുവിന്റെ മറു സൈഡിൽ നിനക്കെതിരെ കെട്ടിയിരിക്കുന്ന സകല ബന്ധനങ്ങളെയും, സകല ചെങ്ങലകളെയും, സകല ശത്രുവിന്റെ ഗൂഢാലോചനകളെയും ദൈവം പൊളിക്കും. കാരണം ശത്രു ലജ്ജിച്ച് തലതാഴ്ത്തി, ഹെരോദോസ് ലജ്ജിച്ച് തലതാഴ്ത്തി നാണം കെട്ടതുപോലെ നാണം കെടാനിടയാകും. കാരണം ദൈവം പറഞ്ഞു, ഹെരോദോസിന്റെ അടുക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? മടങ്ങിപ്പോകരുത്. ഞാൻ കാണിക്കുന്ന വഴിയിലൂടെ കടന്നു പോകണം. ഈശോയുടെ അടുക്കൽ വരുന്ന ഒരു വ്യക്തി പുതിയ തീരുമാനം എടുക്കണം, പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പുതിയ മനസ്സ്, അതിന്റെ ഉടമകളായി നമ്മൾ മാറണം. ഇനി ഹെരോദോസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുത്. പഴയ വഴി ഉപേക്ഷിക്കണം, പഴയ മദ്യപാനം ഉപേക്ഷിക്കണം, പുകവഴി ഉപേക്ഷിക്കണം, സിനിമ കാഴ്ച ഉപേക്ഷിക്കണം, ജഡമോഹങ്ങൾ ഉപേക്ഷിക്കണം, അഹങ്കാരം ഉപേക്ഷിക്കണം, നിഗളം ഉപേക്ഷിക്കണം, മറ്റുള്ളവരെ ഇകഴ്ത്തി താഴ്ത്തുന്ന സ്വഭാവങ്ങൾ. ചില ആളുകളുടെ വിചാരം അവർ വലിയ വലിയ കൊണാണ്ടർമാരാണ്, വലിയ ആളുകളാണെന്നുള്ള ഭാവന, മറ്റുള്ളവരെ അവഗണിക്കുന്ന സ്വഭാവം, ഇതെല്ലാം ഉപേക്ഷിക്കണം. എന്നിട്ട് യേശു മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠത നിന്നുന്ന ആ മനോഭാവം,
യേശുവിന്റെ മനോഭാവം എന്തായിരുന്നു? ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ ദൈവദാസൻ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ യേശുവിനെ പറ്റി എന്താ എഴുതിയിരിക്കും? ഒന്ന് വായിച്ചേരെ. ഞാൻ എടുക്കാതെ തന്നെ ദൈവദാസൻ ഇതെല്ലാം കാണാപ്പാടം അറിയാവുന്ന വേദശാസ്ത്ര പണ്ഡിതനാണല്ലോ. നിങ്ങൾ തന്നെ വായിച്ചു. വേഷത്തിൽ യേശു എന്ത് ചെയ്തു? വേഷത്തിൽ മാനുഷ്യനായി കാണപ്പെട്ടോനെ. ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് പിടിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ മരക്കാശിനു മുതലില്ലാതെ തലചായ്ച്ചിടാൻ ഇടമില്ലാതെ 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്താനാഥ എന്ന് പാട്ടുകാരൻ പാടിയത്. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചത് എവിടാ? കല്ലിടാവിൽ ജനിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ എന്ത് ചെയ്ത വേദോസ്തവത്തിൽ എഴുതിയിരിക്കുന്നത്? പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് വായിക്കുന്നത്. കണ്ടോ? കാലിത്തൊഴുത്തിൽ അവനെ കിടത്തി. ആ തൊട്ടിലിൽ, പശുത്തൊട്ടിലിൽ കിടത്തി. അവിടെയാ വിദ്വാൻമാർ എന്ന് കാഴ്ചകൾ അർപ്പിക്കുന്നത്. എന്നിട്ട് അവര് തിരിച്ച് ഹെരോദോസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാനൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ്? ഞാൻ കാണിക്കുന്ന സ്നേഹത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം, ജീവന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം, അരുളപ്പാടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യണം, ദൈവനിയോഗമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യണം, ദൈവം കാണിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. ഒരു ശുഭയാത്ര, ഒരു ശുഭഭാവി നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് അവിടെ വളരെ വ്യക്തമായി പരിശുദ്ധ റൂഹ കോർത്തിണക്കി നമ്മോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ജീവന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് എടുത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഇടയന്മാർ വന്ന് പാടുന്നൊരു പാട്ടുണ്ടൊന്ന് പാടിക്ക്. ഒന്ന് കേട്ടാൽ എത്ര മനോഹരമാണ്. മുമ്പേ ഞാൻ അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഹെരോദോസ് കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഇടുന്നു എന്നുള്ള ആ വലിയ രഹസ്യം മത്തായി സുവിശേഷത്തിൽ അതിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു, മിസ്രയീമിലേക്ക് പോയി, ഹെരോദോസിന്റെ മരണത്തോളം അവിടെ പാർത്തു എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ വഴിയാത്രയ്ക്കുള്ള കരുതലായിരുന്നു ഈ പൊന്നെ. കണ്ടോ? ദൈവത്തിന്റെ കരുതൽ ഭയങ്കരമാണ്. യോസഫ് പിതാവിനും വളർത്തു പിതാവായ യോസഫിനും വിശുദ്ധ കന്യാമറിയും യേശു കുഞ്ഞിനെ കൊണ്ട് പോകുന്ന രംഗം അത് വളരെ മനോഹരമാണ്. അവരുടെ വഴിയാത്രയ്ക്കുള്ള തെളിവിന് വേണ്ടി ദൈവം കരുതുന്ന പൊന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ദൈവത്തിന്റെ കൈകളിൽ കരുതലിന്റെ ഭാണ്ഡക്കെറ്റുണ്ട്, സ്വർണമുണ്ട്, മനോഹരമായ രത്നങ്ങൾ ദൈവത്തിന്റെ കൈകളിലുണ്ട്. നിങ്ങൾക്ക് മുമ്പേ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ദൈവം കരുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. ഇടയന്മാർ രാത്രിയിൽ ഇടയന്മാർ കണ്ടതുണ്ടോ? അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരവശരായി തീർന്നു. കർത്താവിന്റെ ദൂതൻ അവരെ അരികെ നിന്നു. എന്നിട്ടത് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി എന്ന് വായിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തേജസ് കൊണ്ട് നിങ്ങൾ ഈ ദിവസം ചുറ്റിമിന്നപ്പെടുന്നവരായി മാറണം. നമ്മുടെ മുഖത്ത് ദൈവ തേജസ് കൊണ്ട് നിറയണം.
നമ്മുടെ അകത്ത് ദൈവതേജസ് ഉണ്ടെങ്കിൽ പുറത്ത് ദൈവതേജസ് വെളിപ്പെടത്തുള്ളൂ. അതാണ് രഹസ്യം. അവന്റെ മുഖത്ത് നോക്കിയവർ എന്തായി? പ്രകാശിതരായി എന്ന വേദോസ്തവത്തിൽ. മോശയുടെ ത്വക്ക് ദൈവസാന്നിധ്യത്തിൽ പ്രകാശിച്ചു. സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്ന് വായിക്കുന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുപിന്നി. വായിച്ചു, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുപിന്നി. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം വിശേഷിക്കുന്നു. യേശുവിന്റെ ജനനം യഹൂദന് മാത്രമല്ല, ക്രൈസ്തവന് മാത്രമല്ല, ഹൈന്ദവന് മാത്രമല്ല, മുസ്ലിംസിന് മാത്രമല്ല, ലോകത്തിലെ സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതല്ലേ ശിമ്യോൻ പറയുന്നതല്ലേ ദൈവദാസന്? ശിമ്യോൻ എന്താ പറയുന്നത്? ശിമ്യോൻ ഈ കുഞ്ഞിനെ കൈകളിലെടുത്തിട്ട് യേശുവിനെ കൈകളിൽ എന്നിട്ട് മരണം ആസ്വദിക്കത്തുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ശിമ്യോനോട് പറഞ്ഞു. ഇതാ ദേവാലയത്തിലേക്ക് വന്ന ശിമ്യോൻ എന്താ ചെയ്തത്? യേശു കുഞ്ഞിനെ വിശുദ്ധ കന്യകമറിയാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എന്താ പറയുന്നറിയാമോ? സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അവിടെ പ്രവാചകിയായ ഒരു കണ്ണാണ്ടായിരുന്നു. കണ്ണയ്ക്ക് യേശുവിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ചു. യേശുവിനെ കാണുന്നവർ ഭാഗ്യവാന്മാരാ. അതുകൊണ്ടാ പഴയ ആളുകൾ ഇങ്ങനെ പറഞ്ഞത്, അസതോമാ സദ്ഗമയ, തപസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതം ഗമയ. യേശുവിന്റെ ജനനം സകല ജാതികൾക്കുമുള്ള പ്രകാശമായിരുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നപ്താലി ദേശവും സെബൂലൂൻ ദേശവും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നപ്താലിയെയും സെബൂലൂനെയും യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ അവര് മാത്രമല്ല, ദേശം കൂടി ഇരുണ്ടുപോയി. എന്നാൽ യേശുവിന്റെ സന്ദർശനത്തിൽ വലിയ പ്രകാശധാരയിലേക്ക് അവർ മാറി. അപ്പൊ നമ്മൾ എന്താ വായിച്ചത്? ഒന്ന് വായിച്ചേ. കർത്താവായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം അതുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി. എങ്ങനെയാ പറഞ്ഞത്? അവർ പാടി എന്തുവാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം. ആ ഇടയന്മാർ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വായിച്ചതാകട്ടെ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയെയും ജോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ആ ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ കണ്ടുമുട്ടിയ ഇടയന്മാർ, യേശുവിന്റെ അരികിൽ ചെന്ന ഇടയന്മാർ അവരെന്താ ചെയ്തത്? അവർ ഈ യേശുവിന്റെ ജനനത്തെ കുറിച്ച് സന്തോഷിച്ചും ആഹ്ലാദിച്ചും നാടിന്റെ നാനാഭാഗങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ, യെരൂശലേം പട്ടണത്തിലും യഹൂദ്യയിലും എല്ലായിടത്തും യേശുവിന്റെ സാക്ഷികളായി മാറി. ഈ സമയത്ത് നിങ്ങൾക്ക് സാക്ഷികളായി മാറാൻ സാധിക്കുമോ? മറിയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം ഒന്ന് വായിച്ച്. അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിലില്ലേ അവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത്? ഒന്ന് ദൈവദാസൻ ഒന്ന് വായിച്ചു. 1:46 എന്ന് തോന്നുന്നു. 1:46 ആയിരിക്കും. അവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തൊരു സന്തോഷം. 2 ഉപദേശിമാർ, 2 അച്ഛന്മാർ, 2 മെത്രാന്മാർ ഒക്കെ കണ്ടുമുട്ടുമ്പോൾ, 2 നേതാക്കന്മാർ കണ്ടുമുട്ടുമ്പോൾ
ആ വായിച്ചു. നാളിൽ മറിയ ആ എഴുന്നേറ്റ് ആ മലനാട്ടിൽ ഒരു യഹൂദ്യ ആ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ആ സെക്കരിയാവിന്റെ വീട്ടിലെത്തി ആ എലിസബത്തിനെ വന്ദിച്ചു. ആ മറിയയുടെ വന്ദനം എലിസബത്ത് ആ കേട്ടപ്പോൾ ആ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ഓ പിള്ള. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ആ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, ഉം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഒരു സെക്കൻഡ്, ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഒരൊറ്റ സെക്കൻഡ്. ഇവര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോ കീരിയും പാമ്പും പോലാണോ? ഇന്നത്തെ രണ്ട് അച്ഛന്മാരും രണ്ട് തിരുമേനിമാരും രണ്ട് പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും രണ്ട് സഭക്കാരും രണ്ട് നേതാക്കന്മാരും ഒക്കെ കണ്ടുമുട്ടുമ്പോ കീരിയും പാമ്പും പോലാ. അകത്ത് കത്തിയും പുറത്ത് ഭക്തിയും. പക്ഷെ ഇത് അങ്ങനല്ല. അവര് തമ്മിൽ കണ്ടപ്പോൾ ഈ വന്ദന സ്വരം കേട്ടപ്പോ തന്നെ പിള്ള ഉള്ളത്തിൽ എന്ത് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിലേ പിള്ള ഉള്ളത്തിൽ തുള്ളത്തും. പരസ്പരം കാണുമ്പോ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും പരസ്പരം സ്നേഹിക്കാനും കരുതാനും ഒക്കെയുള്ള ആ വലിയ കൃപ നമുക്ക് ലഭിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ആ കൃപ നമുക്ക് ലഭിക്കുമ്പോഴാ നമ്മൾ താഴെ എന്നാ കർത്താവിന്റെ വായിച്ചു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇങ്ങനാ പറഞ്ഞത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടത്. ആ എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? അയ്യോ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പോൾ കന്യാമറിയത്തിന്റെ സ്ഥാനം എന്താ? നമ്മൾ ആരാധിക്കണമെന്നല്ല ഈ പറയുന്നത്. കന്യാമറിയാവിനെ ആദ്യമായിട്ട് ദുപദേനിൽ മോർ സേവേറിയോസ് പറയുന്നു, ദൈവമാതാവായ കന്യാമറിയാം. അതിന് മുമ്പേ പറഞ്ഞത് ആരാ? എലിസബത്ത്. എലിസബത്ത് പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മ മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവരുമായ എന്ന് ദുപദേനിൽ പറയുന്നുണ്ട്. അതിനൊക്കെ മുമ്പേ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. ഇനി മറിയയുടെ പാട്ടൂടെ പറഞ്ഞങ്ങ് നിർത്താൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ സമയം ആയി. മറിയ എന്താണ് ഒരു പാട്ട് പാടുന്നുണ്ട്, അതിന് 46 മുതലാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ മറിയ പറഞ്ഞത്, മറിയം പറയാണ്, ഞാൻ എന്റെ ഉള്ളം കർത്താവിനെ, മറിയം കർത്താവാണ്, എന്റെ കർത്താവാണ് യേശു എന്ന് വിളിച്ചു പറയുകയാണ്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. അതാണ് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സകല തലമുറ. ഒരു സെക്കൻഡ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ദൂതന്മാർ പറയുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? അതാ പറഞ്ഞേ, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തും. താഴോട്ട് വായിച്ചു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മതി. ദേവദാസനെ, യേശു വിപ്ലവം സൃഷ്ടിക്കുന്നവനെന്ന് വിശുദ്ധ കന്യാമറിയം പാടുകയാണ്. ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറിയ, വിശുദ്ധ കന്യാമറിയത്തെ പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ
എന്ന് പറയുന്നെങ്കിൽ ശക്തനായവൻ നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ശക്തനായ ദൈവം ആ ശക്തി ധരിച്ചവനായി നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് പ്രവേശിച്ച് നമ്മളിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുമെന്നത് യാതൊരു സംശയമില്ല. ആ ദൈവത്തിൽ നമുക്ക് ആഴത്തിൽ വിശ്വസിക്കാം. ലോകത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച സ്നേഹം. അതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദൈവത്തിന്റെ സമ്മാനമാണ്. രക്ഷ പ്രാപിക്കാനുള്ള, നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള, നിത്യജീവൻ പ്രാപിപ്പാനുള്ള ആ മനോഹര സന്ദർഭം നാം നശിപ്പിച്ചു കളയുന്നു. യേശുവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച 5 കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരെ 2 കൂട്ടരെ നിഷേധിച്ചു. ഹെരോദോസിന് അവസരം കിട്ടി. അദ്ദേഹം ഈ പരീശന്മാരെ പോലെയും ശാസ്ത്രിമാരെ പോലെയും മഹാപുരോഹിതന്മാരെ പോലെയും ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സത്രം ഉടമകൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ ഇടയന്മാരും രാജാക്കന്മാരും ആ കാലിത്തൊഴുത്തിലെ മൃഗങ്ങൾക്കും ഒക്കെ യേശുവിനെ കാണാനും യേശുവിനെ അനുഭവിപ്പാനുമുള്ള ഭാഗ്യം ലഭിച്ചു. നിങ്ങൾ നിഷേധിച്ചവരുടെ കൂട്ടത്തിലാണോ? സ്വീകരിച്ചവരുടെ കൂട്ടത്തിലാണോ? നരകത്തിലേക്കുള്ള വഴിയിലാണോ? സ്വർഗത്തിലേക്കുള്ള വഴിയിലാണോ? നിത്യജീവനിലേക്കുള്ള വഴിയിലാണോ? നിത്യനാശത്തിലേക്കുള്ള വഴിയിലാണോ? സ്വയം തീരുമാനിക്കുക. ഭാഗ്യകരമായ ഒരനുഭവം നമുക്ക് പ്രാപിപ്പാൻ നമ്മുടെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കാം. യേശുവിന്റെ അമ്മ കന്യാമറിയവും യോസഫ് പിതാവും കൂടെ ഓരോ സത്രത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സത്രം ഉടമകൾക്ക് അവസരം ലഭിച്ചിട്ടും അവസരം അവർ നഷ്ടപ്പെടുത്തി. ഇന്നും നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് യേശു മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കലോ അവൻ എന്റെ അടുക്കലും വന്ന താഴെ കഴിക്കും. യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് രാജാവായി കർത്താവായി സ്വീകരിക്കട്ടെ. ധന്യമായ ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമുക്ക് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോസ്പൽ TV UP അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത അഭിഷിക്തൻ, കഠിനാധ്വാനിയും പ്രാർത്ഥന അനുഭവങ്ങളിലൂടെയും ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്ന സാജു കർത്തൃദാസൻ നടത്തുന്ന ഈ സ്ഥാപനത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ വെളിപ്പെടണമേ. യേശുവെ, അങ്ങേ ഹൃദയങ്ങളെ സ്വീകരിച്ച് അങ്ങയുടെ മക്കളായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ ആ വിദ്വാൻമാർ നടന്നതുപോലെ ആട്ടിടയന്മാർ ഗ്രാമാന്തരങ്ങളിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് ആ സുവിശേഷം പ്രഘോഷിച്ചതുപോലെ ആ യേശുവിൻ്റെ ആ ദിവ്യജനത്തെ പ്രഘോഷിച്ചതുപോലെ അങ്ങേ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട ഗോസ്പൽ TV അതിന്റെ നേതൃത്വം നൽകുന്ന കർത്തുദാസൻ സാജു ബ്രദറിനെയും ദൈവദാസനെയും പാസ്റ്ററെയും അനുഗ്രഹിക്കണമേ. ബലഹീനനായ എളിയവനോടും കരുണ കാണിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ധാരാളം പകരണമേ. കൃപ ലഭിച്ചവരായി, കൃപ നിറഞ്ഞവരായി എല്ലാവരെയും സംതൃപ്തിയോടെ അയക്കണം. പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സന്ദേശം നൽകിയ സുവിശേഷകൻ തോമസ് ഊട്ടി പുന്നൂസ് ബ്രദറിനോടുള്ള നന്ദി അറിയിക്കുന്നു. തോമസ് ഊട്ടി പാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഒരു സംഘാടകനാണ്. ഞാൻ ഈ തോമസ് ഊട്ടി പാസ്റ്ററുടെ ഭവനത്തിൽ പോയി ഒരു ദിവസം താമസിച്ചു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. പാസ്റ്ററുടെ കൂട്ടത്തിൽ പാസ്റ്റർ KC ജോൺ പാസ്റ്ററുടെ ഭവനത്തിൽ പോയി. അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് പാസ്റ്ററെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് താൻ നല്ലൊരു സംഘാടകനാണ്. ഈ ക്രിസ്മസ് സമയങ്ങളിലും നിരവധി ആശ്രമങ്ങളിൽ പോയി, അതായത് വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് കേക്കും ഭക്ഷണവും ഒക്കെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ച്
ഈ ദളിത് ആദിവാസി മേഖലകളിലൊക്കെ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 മാസിക, 2 പത്രം, ന്യൂസ് പേപ്പർ, RNI രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷനുള്ള 2 പത്രം, അതിൽ ഒന്ന് വചനോത്സവം എന്ന മാസിക ന്യൂസ് പേപ്പർ, അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. മാരാമണ്ണൻ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ വചനോത്സവം മാസിക പ്രിന്റ് ചെയ്ത് താൻ അവിടെ വിതരണം ചെയ്യും. അതുപോലെ കുമ്പനാട് കൺവെൻഷൻ, മറ്റ് പല കൺവെൻഷൻ. അതോടൊപ്പം തന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് പാസ്റ്റർ തോമസ് ഊട്ടി പുന്നൂസ്. ഈ പവർ വിഷൻ TV ചാനലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉടനീളം പ്രമുഖന്മാര്, അതായത് തിരുവനന്തപുരത്തുള്ള ക്ലിമീസ് ബാബ മുതൽ നമ്മുടെ പല മന്ത്രിമാര്, MLA മാര്, MP മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, അതോടൊപ്പം തന്നെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി, ഈ അടുത്ത നാളുകളിൽ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാബയ്ക്ക് വചനോത്സവം എന്ന മാസിക കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നിരവധി പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികളുമായി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പാസ്റ്റർ തോമസ് ഊട്ടി പുന്നൂസ് പാസ്റ്റർ. ഞാൻ ദൈവം ധാരാളമായിട്ട് പാസ്റ്ററേയും പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന് ദൈവവചനം സംസാരിച്ചിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നാളെ നമുക്ക് മറ്റ് ഒരു ദൈവദാസനുമായി നമുക്ക് ക്രിസ്മസ് സന്ദേശത്തിലേക്ക് കടക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ വളരെ നന്ദി. ദൈവം സഹായിക്കും. താങ്ക് യു. അവസരം തന്നതിന് നന്ദി. താങ്ക് യു.